Hello dear students, welcome to Rapid Learn. Our question is express I raised to minus 35 in the form of a plus ib. Okay. ഇത് കോംപ്ലക്സ് നമ്പറിൽ ഏത് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിലും നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ഐയുടെ ഡിഫറെൻറ്റ് പവേഴ്സിലുള്ള വാല്യൂസ് അറിഞ്ഞിരിക്കണം. നമ്മൾ ശരിക്കും ഐ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂനെയാണ്. ഓക്കെ, നമ്മൾ ക്വസ്റ്റിനകത്ത് ഐ വരാണെങ്കിൽ ഐ തന്നെ എഴുതിയാൽ മതി. ഞാൻ ഐയുടെ ബാക്കിയുള്ള വാല്യൂസ് പറയാൻ വേണ്ടി ഇതാണ്. ഐ സ്ക്വയർ എന്തായിരിക്കും, ഐ ഇൻറ്റു ഐ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് -1 വിച്ച് ഇസ് ഈക്വൽ ടു -1. ഇനി ഐ ക്യൂബ് ആണെങ്കിൽ ഐ സ്ക്വയർ ഇൻറ്റു ഐ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു -1 ഇൻറ്റു ഐ, ദാറ്റ് ഈസ് മൈനസ് ഐ. ഐ റേസ് ടു 4 ആണെങ്കിൽ ഐ ക്യൂബ് ഇൻറ്റു ഐ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഐ, ദാറ്റ് ഈസ് മൈനസ് ഐ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്, ദാറ്റ് ഈസ് 1. ഓക്കെ, ഇനി ഐ റേസ് ടു 5 വരാണെങ്കിലോ 1 ഇൻറ്റു ഐ വരും, എഗെയിൻ ഐ തന്നെ കിട്ടും. പിന്നെ ഐ റേസ് ടു 6 വരാണെങ്കിൽ -1 കിട്ടും. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് പോകും, 4ൻ്റെ ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഐ റേസ് ടു -35. നമുക്ക് എങ്ങനെ എഴുതാം, ഐ റേസ് ടു -35. അതായത് പവറിനകത്ത് മൈനസ് വന്നിട്ടുണ്ട്, ആ പവറിനുള്ള മൈനസിനെ നമ്മൾ ആദ്യം കളയണം. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 35 ആക്കി. ഇനി ഇങ്ങനെ ഒരു പവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഐയുടെ ഒരു പവർ വരാണെങ്കിൽ നമ്മൾ കൂടുതലും അതിനെ 4ൻ്റെ മൾട്ടിപ്പിളും റിമൈനിങ് പവറായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതിന് കാരണം എന്താണ്, ഐ റേസ് ടു 4 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ഐ റേസ് ടു 8 എടുക്കണം, 4ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഐ റേസ് ടു 4 സ്ക്വയർ എഴുതി കൂടെ. ഐ റേസ് ടു 4 എപ്പോഴും 1 ആണ്, അതിൻ്റെ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ എന്ത് വരും, 1 വരും. ഇതേപോലെ ഐ റേസ് ടു 12 വരാണെങ്കിൽ, ഐ റേസ് ടു 16 വരാണെങ്കിൽ എല്ലാം വാല്യൂ എന്താണ്, 1 ആണ് വരാം. അപ്പോൾ ഐ റേസ് ടു 35-ലെ 35നോട് അടുത്ത് എടുക്കുന്ന 4ൻ്റെ പവർ എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ ഐ റേസ് ടു 32 ആണ്. ഇനി നമുക്ക് എന്താണ് റിമൈനിങ് ആയിട്ടുള്ളത്, 3 ആണ്. 35-ൽ 32 കഴിഞ്ഞിട്ട് 3 ആണ് റിമൈനിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഐ ക്യൂബ് എന്ന് എഴുതി. ഇതെന്ത് വരും, 1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു ഐ ക്യൂബ് എന്താണ് വാല്യൂ, -i ആണ്. അപ്പോൾ എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ -i വരും. നമ്മുടെ ക്വസ്റ്റിനകത്ത് എ പ്ലസ് ഐ ബി ഫോമിലേക്ക് മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള 1 ബൈ -iനെ കോൺജുഗേറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും, ഐ ഡിവൈഡഡ് ബൈ -i സ്ക്വയർ വരും. അപ്പോൾ എന്ത് വരും, ഐ ഡിവൈഡഡ് ബൈ മൈനസ് ഓഫ് ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ ഐ ഡിവൈഡഡ് ബൈ 1 വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ. ഇനി എ പ്ലസ് ഐ ബി ഫോമിൽ എഴുതണമെങ്കിൽ എ എന്ന് പറയുന്നത് റിയൽ പാർട്ടും ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടുമാണ്. ഇവിടെ നമുക്ക് ഐ മാത്രമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ റിയൽ പാർട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ പ്ലസ് ഐ ബി ഇസ് ഈക്വൽ ടു 0 പ്ലസ് ഐ ഇൻറ്റു 1. ഓക്കെ, ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഓൾ.